ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയില് അലീനയെ കൊണ്ട് ആ പരാതി ഒപ്പിടിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് പോലീസുകാര്. ഏത് പരാതി എന്നല്ലേ? നമ്മുടെ രോഹിത്തും ഹരിയും കൂടെ ചേർന്ന് അലീനയെ ഒരിക്കൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവല്ലോ. അപ്പൊ അലീന അന്ന് പോലീസിന്റെ അടുത്ത് പറഞ്ഞത് തനിക്ക് പരാതിയൊന്നും ഇല്ലാന്നായിരുന്നു. പക്ഷേ അതിപ്പോ പോലീസുകാരൊക്കെ കുത്തിപ്പൊക്കി ആ പരാതി വിശദീകരിച്ചെഴുതിയിട്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പോലീസുകാർ അലീനയെ കൊണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, "എനിക്ക് പരാതിയില്ല. പരാതി ഇല്ലാത്ത കാര്യത്തിന് ഞാൻ എന്തിന് സൈൻ ചെയ്യണം?" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഭയങ്കര വാഗ്വാദങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹരിയും രോഹിത്തൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടേ. അവര് ജയിലിനുള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. അപ്പുറത്താണെങ്കില് നമ്മുടെ ബാലചന്ദ്രനും വൈജയന്തിയും ഒക്കെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കൂല. തനിക്ക് പോലീസ് സ്റ്റേഷനിലൂടെ പോണം എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് പേരൊക്കെ ചേർന്ന് നമ്മുടെ ബാലചന്ദ്രനെ ശാന്തമായിട്ട് അവിടെ തന്നെ കിടത്തുന്നുണ്ട്. വൈജയന്തി ഇത് അറിയുന്നുണ്ട്. വൈജയന്തി ആകെ ഷോക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് ബാക്കി മുഴുവൻ നമ്മുടെ മഴ തോരും മുമ്പേല് ആദ്യം മുതലേ ഉള്ള ഒരു കുറച്ച് രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു. അതായത് അലീന വൈജയന്തി അമ്മയാണെന്ന് അറിയുന്ന നിമിഷങ്ങളും വൈജയന്തി ആദ്യം കാണുന്ന നിമിഷങ്ങളും പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ മകളാണ് അലീന എന്നറിഞ്ഞ നിമിഷങ്ങളും വൈജയന്തിക്ക് ആക്സിഡന്റ് പറ്റിയ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുമായിരുന്നു കേട്ടോ ബാക്കി രംഗങ്ങളിലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അലീന ആ പരാതി ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ തീർന്നു. ഹരിയും രോഹിത്തും പിന്നെ ഒരിക്കലും പുറം ലോകം കാണില്ല. അമ്മാതിരി പൂട്ട് പൂട്ടിക്കളയും അല്ലെ. കാത്തിരുന്ന് തന്നെ കാണട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.